ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ OnePlusന്റെ Nord 5 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു 30,000 റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഓവറോൾ പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ബ്ലോട്ട്വെയർസ് എന്ന സംഭവമില്ല കേട്ടോ. നമ്മുടെ ഇവരുടെ OnePlusന്റെ മുമ്പത്തെ ഡിവൈസ്, അതായത് 13ഉം 13R ഒക്കെ ഇറങ്ങിയപ്പോൾ അതിൽ നമുക്ക് ചെറുതായിട്ട് ബ്ലോട്ട്വെയർസ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഗെറ്റ് ആപ്പ് എന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധനത്തിൽ അവരിതെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ പണ്ടത്തെ OxygenOS പോലെ ക്ലീൻ UI ആക്കിയിട്ടുണ്ട്. ഇത് 8GB 256GB വേരിയൻ്റാണ്. ഗ്രേ കളറാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒറിജിനൽ അൺബോക്സ് നമ്മുടെ 3ാമത്തെ ചാനൽ ഇട്ടുണ്ട്. അത് കാണുന്നുള്ളവർക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇതിന്റെ ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 24 മണിക്കൂറിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചും ബാറ്ററിനെ കുറിച്ചും നമുക്ക് ക്വിക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ നോർമൽ ബ്ലാക്ക് ബ്ലൂ ബ്ലോക്സ് ആണ് വരുന്നത്. ചാർജറും കേസും എല്ലാ സംഭവം നമുക്ക് ഇതിൽ തന്നെ ഇരുന്നുണ്ട്. ഞാൻ ചാർജറൊന്നും തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ. നമ്മളിത് എന്തായാലും സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു 2-3 ദിവസം ഞാൻ സെൽ ഔട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഡീറ്റെയിൽ അല്ല, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി ഞാൻ എന്തായാലും നാളെ മറ്റന്നാളായിട്ട് ഇടും കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇൻഡസ്ട്രികൾ കമൻറ്റ് ചെയ്യാൻ മറക്കുന്നത്. അതിന് 32,000 രൂപയാണ് MRP, അതായത് ബൈയിങ് പ്രൈസ് വരുന്നത്. നമ്മളൊരു 27 രൂപയ്ക്കാണ്. അത് ഏറ്റവും കൂടുതൽ പ്രൈസ് ആരാ കൂട്ടീനെ അവർക്കാണ് നമ്മൾ കൊടുക്കാൻ. 27 രൂപ കിട്ടിയാൽ ഞാൻ കൊടുക്കൂട്ടാ. ഇത് നമ്മൾ എക്സ്റ്റൻഡ് വാറൻറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ആണ് നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് പോലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3,000-4,000 രൂപ കുറവാണ് ഒറിജിനൽ പുതിയത് വാങ്ങിക്കാട്ടും. പുതിയ സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ബോക്സിൽ നമുക്ക് ഓൾറെഡി 8 വാട്ടിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിന് 3 കളറിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തേക്കുന്നത് ഗ്രേ കളറാണ്. പിന്നെ നമുക്കൊരു വൈറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരു ബ്ലൂയിഷ് വൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷേ ബ്ലൂയിഷ് വൈറ്റാണ് ഏറ്റവും ബോറായിട്ട് എനിക്ക് തോന്നിയിട്ട്. വൈറ്റ് പിന്നെയും കുഴപ്പമില്ല. ഇതിൽ നമുക്ക് 2 ക്യാമറ സെൻസറാണ് വരുന്നത്. 50 മെഗാപിക്സലിനും 8 മെഗാപിക്സലിനും ഫ്രണ്ടിൽ നമുക്ക് ഒരു 50 മെഗാപിക്സലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്ത ഒരു വീഡിയോ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഷോർട്സ് ആയിട്ട് നമ്മുടെ 3ാമത്തെ ചാനൽ ഇട്ടുണ്ട്. കണ്ടുനോക്കുക. ക്വാളിറ്റി അറിയണമെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ. വീഡിയോ കേട്ടോ. ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. പ്രത്യേകിച്ച് മെയിൻ സെൻസർ ഉണ്ടല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൻസറാണ്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഡിസ്പ്ലേ കിടിലൻ ഡിസ്പ്ലേ ഉണ്ട്. നമ്മുടെ ടോപ്പ് നോച്ച് ഡിസ്പ്ലേ എന്നൊക്കെ പറയില്ലേ, അതേ ക്വാളിറ്റി നമ്മൾ ബെസലൊക്കെ ഉണ്ട്. ഭയങ്കര സ്ലിം ആണ്. നമ്മുടെ OnePlus 13 വരുന്ന പോലത്തെ ഡിസ്പ്ലേ. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് കണ്ട നമ്മളിത് OnePlus 13 ആണോ അതോ Nord 5 ആണോ ഒന്നും പറയാൻ പറ്റില്ല. അത്രയും ക്വാളിറ്റി വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പ്രാക്ടിക്കൽ ഒരു ഓവർവ്യൂ പറയാം. ജസ്റ്റ് അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സ്മൂത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UI-ൻ്റെ കാര്യം നമ്മൾ പറയുന്നത് സ്മൂത്താണ്. തീരെ ബ്ലോട്ട് വൈസ് ഇല്ല. ക്ലീൻ UI എന്ന് വേണമെങ്കിൽ പറയാം. ഗെറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് പോലും ഇല്ല കേട്ടോ. നമ്മുടെ OnePlus 13ലും 13R ഉണ്ടായിരുന്നു. അത് ഇതിലില്ലേ വരിക. അതൊരു കിട്ടുന്ന സാധനം. 4 കൊല്ലത്തിൽ വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. OnePlus എല്ലാ മാസവും നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരും. ഇത് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ജൂൺ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 900 MB സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ഇതിൻ്റെ UI കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ OxygenOS-ൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 15 ആണ് വരുന്നത്. ക്ലീൻ, വൺ ഓഫ് ദി ബെസ്റ്റ്. One UI കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് UI അണ്ടർ ആൻഡ്രോയിഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാധനമാണ്. അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലായാലും ഫീച്ചറിൻ്റെ കാര്യത്തിലായാലും അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആനിമേഷൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാം കിടിലെന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. എല്ലാവരും അത് തന്നെയേ പറയുള്ളൂ. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത് അടുത്ത ബാറ്ററിയാണ്. 6800 mAh ബാറ്ററിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ചാർജ് ചെയ്തതാണ്. ഇന്നലെ ഓൾമോസ്റ്റ് നമ്മൾ ഒരു ഉച്ചയ്ക്ക് ചാർജ് ചെയ്താൽ ഇപ്പോൾ ഇതിൽ 74% ബാറ്ററി ഉണ്ട്. ഓൾമോസ്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞു കിട്ടാം എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇനീഷ്യലാണ്, ഒരു ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയാം അത്യാവശ്യം കറക്റ്റായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടണമെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 1 വീക്കെങ്കിലും കറക്റ്റായിട്ട് ഉപയോഗിക്കണം. എന്നാലും അത് ഒപ്റ്റിമൈസേഷൻ ആവുള്ളൂ. അപ്പോൾ ഇന്നിട്ട് പോലും ഇത്രയും നല്ല ബാക്കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് എന്തായാലും കിട്ടും. അതിൽ നിങ്ങൾ റിവ്യൂ കണ്ട അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വേറെ എൻ്റെ ആക്ച്വലി ഈ ഫോൺ വേറെ കൂടി ഉണ്ട്. അപ്പോൾ ഇത് കാരണം മാത്രം ഞാൻ സെൽ ഔട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ കാര്യം പറയണമെങ്കിൽ നമുക്ക് സ്പീക്കർ ക്വാളിറ്റി ഒക്കെ കൊള്ളാം. കോൾ ക്വാളിറ്റി അതിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അതിൽ ഓൾറെഡി BSNL സിം അടയ്ക്കുന്നത്. വൈഫൈയും നമ്മൾ കണ്ടിട്ടുണ്ട്. വൈഫൈയും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൻ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലൊരു എക്സ്ട്രാ ബട്ടൺ വരുന്നുണ്ട്. OnePlusൻ്റെ ബാക്കിയുള്ള ഫോണുകളിൽ നമുക്ക് പണ്ടുണ്ടാവുള്ള പോലെ ടോഗിൾ ബട്ടൺ അല്ല, അത് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ആക്ഷൻ ബട്ടൺ പോലത്തെ വന്നു. സെയിം നമുക്ക് എന്ത് ഫീച്ചർ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. മ്യൂട്ടാക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ബട്ടണായിട്ട് ആഡ് ചെയ്യാം. എന്താ പറയുക, അങ്ങനെ കുറേ സംഭവമായിട്ട് ആഡ് ചെയ്യാം. അതിൽ എക്സ്ട്രാ നമുക്ക് സെറ്റിംഗ്സ് ആപ്പിൽ ഇതിൻ്റെ സംഭവം ഞാൻ അതിൽ ക്യാമറ ബട്ടണായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആവും. നമുക്ക് കാണിച്ചു തരാം. കണ്ടു, ക്യാമറ ഓപ്പൺ ആയി. നമുക്കിത് വേണമെങ്കിൽ ക്യാമറ ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കാം. കണ്ടു, ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം.
കണ്ടോ ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ iPhone 16 പോലെ 30,000 ഫോണിൽ തന്നിൽ കിട്ടുന്നുണ്ട് കേട്ടത്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റാണ് കണ്ടോ, ഇവിടെയാണ് കറക്റ്റ് ബട്ടൺ വരുന്നത്. നമുക്ക് ക്യാമറ ബട്ടണായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കാം കണ്ടോ. ക്യാമറ സെൻസർ കൂടി കിട്ടില്ലാക്കിയാണെങ്കിൽ, അതായത് നമുക്ക് OnePlus 13S ഉണ്ട് ഈ സാധനം. പക്ഷേ എസിൻ്റെ ക്യാമറയും ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് 50 മെഗാപിക്സൽ ഇതിലും നമുക്ക് 2 സെൻസറിനെ ഉള്ളൂ. മറ്റേലും നമുക്ക് ഒരു സെൻസർ മിസ്സിംഗ് ആണ്. ഇതിലും അതാണ് മെയിനായിട്ട് കോൺ പറയാനുള്ളത്, എന്ന് വെച്ചാൽ ഒരു സെൻസർ മിസ്സിംഗ് ആണ്. അത് കൊടുക്കായിരുന്നു. 2 സെൻസർ വെച്ച് വരുന്നത് മോശമായി പോയി. അല്ലാത്ത പക്ഷം വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് പറയാം. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ബാക്കും സാധനമൊക്കെ എന്താ പറയുക ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് പറഞ്ഞു. ബിൽഡ് ക്വാളിറ്റിയും ഞാൻ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നാഷണലായിട്ട് തോന്നുള്ളൂ. നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യുമ്പോൾ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തോന്നില്ല. അതുപോലെ തന്നെ 2 ഡ്യുവൽ നാനോ സിം സപ്പോർട്ട് വരുന്നുണ്ട്. ഇൻഫ്രാറെഡ് സപ്പോർട്ട് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ആറ്റംബർഗിൻ്റെ ഫാനൊക്കെ ആഡ് ചെയ്ത് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട് സുഖമായിട്ട്. ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. മോട്ടോറോള 68 കമ്പയർ ചെയ്യുമ്പോൾ 60 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് അതിലൊരു എക്സ്ട്രാ ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട്. നമുക്കിതിലൊരു സെൻസർ മിസ്സിംഗ് ആണ്. അതാണ് മെയിനായിട്ട് ഒരു കോണായിട്ട് എടുത്ത് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് മെയിൻ ക്യാമറ എന്താ പറയുക മെയിൻ ഫോട്ടോ അല്ലെങ്കിൽ മെയിൻ 50 മെഗാപിക്സൽ സെൻസർ അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ 2-3 ഫോട്ടോ കൂടെ കൊടുക്കാം. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ സെൽഫി ആയാലും വലിയ മോശമില്ലാത്ത സെൽഫി തന്നെയാണ്. ഞാൻ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ എടുത്ത് കാണിച്ചു തരാം. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സെൽഫി തന്നെയാണ് വരുന്നത് കേട്ടോ. ലൈറ്റ് ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് സെൽഫി എന്ന് പറയാനുള്ളൂ. ഞാൻ ഇപ്പോൾ തന്നെ ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിലായിരിക്കുന്നത്. ഞാനിപ്പോൾ തന്നെ ഒരു സെൽഫി എടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊരു പ്രോസസ്സിങ്ങൊന്നും അത്ര പെട്ടെന്നൊന്നും എത്ര ലാഗും സംഭവമൊന്നും ഇല്ല കേട്ടോ. അതാണ് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ തന്നെയാണ് കണ്ടത്. അതുകൊണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ തന്നെയാണ് വരുന്നത്. മോശമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ സൺലൈറ്റിലും പുറത്തൊക്കെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നല്ല ക്വാളിറ്റിക്ക് ഫോട്ടോ തന്നെ കിട്ടാൻ പോകുന്നു കേട്ടോ. ലോ ലൈറ്റ് ആകുമ്പോൾ കുറച്ച് ഇഷ്യൂസ് വരും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇന്നലെ അൺബോക്സിംഗ് വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമ്മൾ ഇത് ഇത്രയും യൂസ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. മെയിൻ കോണായിട്ട് എനിക്കിപ്പോൾ എടുത്ത് പറയാനുള്ളത് നമ്മുടെ സെൻസർ ഒരെണ്ണം മിസ്സിങ്. പിന്നെ നമ്മുടെ USB പോർട്ട് വരുന്നത് 2.0 ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫയൽ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ SSD ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു പ്രോബ്ലമായിട്ട് തോന്നും. അല്ലാത്ത പക്ഷം വലിയ കാര്യമായിട്ടുള്ള എന്താ പറയുക ഒരു കോൺസും കാര്യങ്ങളൊന്നും ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പെർഫോമൻസ് ആയിക്കോട്ടെ നമുക്ക് ഗെയിമിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കാം. ഞാൻ അങ്ങനെ ഗെയിമിംഗ് ഒന്നും കളിക്കാറില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റെക്കോർഡ് ചെയ്ത് നോക്കി ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാകുന്നില്ല. ഗെയിമിംഗ് അത്യാവശ്യം 8S Gen 3 ആണ് വരുന്നത്. അപ്പോൾ ഗെയിമിംഗ് സംഭവം സുഖമായിട്ട് കളിക്കാം. DDR5 RAM ആണ് വരുന്നത്. 8GB മോഡലാണ്. 256GB വേരിയൻ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് 200GB ഫ്രീ ആണ്. 8GBയും വലിയ മോശമൊന്നുമില്ല. നമുക്ക് വെർച്വൽ റാം സപ്പോർട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെർച്വൽ റാം ഒരു ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു ഗിമ്മിക്ക് പരിപാടിയാണ്. പക്ഷേ എന്നാലും അത് ചെറുതായിട്ടൊക്കെ നമുക്കതിൽ അത്യാവശ്യം റോം ഉള്ളത് കൊണ്ട് അത് യൂസ് ആവുന്നുണ്ട് കേട്ടോ. 8GB ആയാലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ യൂസ് ചെയ്ത് പോകാം. ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ബെറ്റർ നിങ്ങൾക്ക് 12GB എടുക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ലോങ് യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ 12GB എടുത്താൽ മതി. അല്ലാത്ത പക്ഷം 8GB ആയാലും മതി. ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റാം യൂസേജ് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ അപ്ഡേറ്റ്സ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. 4 കൊല്ലത്തെ അപ്ഡേറ്റ്സ് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. OnePlus കറക്റ്റായിട്ട് തന്നെ തരാറുമുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. പിന്നെന്താ റാം യൂസേജ് നമുക്കിതിൽ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇതാണ് നമ്മൾ ഈ റാം യൂസേജ് പറഞ്ഞത്. 8GB റാം നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 4GB 3GB ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം യൂസേജില്ല. അപ്പോൾ റാം വലിയ ഇഷ്യൂ വരുന്നില്ല. പിന്നെ നമുക്കത് 8GB വരെ എക്സ്പാൻഡും കാര്യങ്ങൾ ചെയ്യാം. റാം എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഞാൻ നോക്കിയപ്പോൾ റാം എന്താ പറയുക നമ്മുടെ ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ആപ്പൊന്നും ക്രാഷും കാര്യങ്ങളൊന്നും ആവുന്നില്ല കേട്ടോ. പിന്നെ ഇതിലെന്താ നമുക്ക് എടുത്ത് പറയാനുള്ളത് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ക്വിക്ക് ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ OxygenOS കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. OxygenOS 15 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ആണ്. ജൂൺ അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക മോഡൽ നമ്പറും കാരണം സോഫ്റ്റ്വെയർ വെർഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. അപ്പോൾ ഓവറോൾ വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 30,000 എന്ന് വേണമെങ്കിൽ സാധനം പറയട്ടെ. നമ്മൾ Nothing 3A Proൻ്റെയും വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Vivo X200 FEൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്. ക്വാളിഫൈഡ് ആണ്. സ്മാർട്ട് ഫോൺ ആർച്ചൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനും മറക്കണ്ട. അടുത്ത വീഡിയോ